ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ രൂപ സരയുവിനെ ഉറക്കഗുളിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കിടത്തി ഉറക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിക്കുക. അവർ വന്നോന്ന് തോന്നുന്നു. നീ എന്തായാലും നേരം വെളുക്കുന്നത് വരെ ഇങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങോടി, ഇനി നീ നേരം വെളുത്താലേ എഴുന്നേക്കൂ എന്നും പറഞ്ഞുകൊണ്ട് രൂപ താഴേക്ക് പോവുക. അതിനുശേഷം കതക് തുറന്നതും സേനനും താരയും കല്യാണിയും അകത്തേക്ക് കയറി. അകത്ത് വന്നത് രൂപ താരയെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം പേടിക്കണ്ട, ദാ പറഞ്ഞതുപോലെ മോൾക്ക് പാലിൽ മരുന്ന് കലക്കി കൊടുത്തിട്ടുണ്ട്. അവൾ ഇനി നേരം വെളുത്താലേ എഴുന്നേക്കൂ. അതുവരെ അമ്മയ്ക്ക് മകളെ താലോലിക്കാം, അടുത്തിരുന്ന് മകളെ ഒരുപാട് സ്നേഹിക്കാം കേട്ടോ എന്നൊക്കെ. ഇത് കേട്ടതും താര നിറകണ്ണുകളോടുകൂടെ ശരി എന്നും പറയാണ്. അപ്പോൾ എന്തായാലും അവൾ ഒരു വിഷവിത്ത അറിയാലോ. താരയ്ക്ക് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രമേ അവളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അവളെങ്ങാനും ഉണർന്നാൽ അത് ഭയങ്കര പ്രശ്നമാവും. പക്ഷേ എന്തായാലും ഇന്ന് എഴുന്നേക്കില്ല. കൂടിയ മരുന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഉറങ്ങാൻ വേണ്ടി. അവൾ രാവിലെ എഴുന്നേക്കും. അതുകൊണ്ട് താര പേടിക്കൊന്നും വേണ്ട. നന്നായിട്ട് നല്ലോണം സമാധാനത്തോടെ ഇരുന്ന് മകളെ ഒരുപാട് നേരം, അതായത് നേരം വെളുക്കുവോളം കണ്ടിട്ട് വെളുപ്പിനെ തന്നെ അങ്ങോട്ട് പോയാൽ മതി. പിന്നെ അവൾ അറിയില്ലല്ലോ ഒന്നും. അത് കേട്ടതും താര ശരി എന്നാൽ ആൻറ്റി വന്നേ എന്നും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് വിളിക്കുക. താരെ സൂക്ഷിക്കണേ എന്നും. സേനും നിനക്ക് നിൻ്റെ മകളെ ഇങ്ങനെയൊക്കെ കൊഞ്ചിക്കാനേ പറ്റൂ താരെ. എന്ത് ചെയ്യാനാ? നിൻ്റെ മകൾക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരി നീ ചെല്ല് എന്നും പറയുക. ഇത് കേട്ടതും താരയും കൂട്ടി കല്യാണി അങ്ങ് പോവുകയാണ് മുകളിലേക്ക്. ഈ സമയം മുകളിലെത്തിയതും കല്യാണിയും താരയും കൂടെ സരയുനെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുക. ആൻറ്റിയുടെ പുന്നാര മോള്, പൊന്നുമോള്, നേരം വെളുക്കുന്നവരെ ആൻറ്റി ഇനി മോളെ താലോലിച്ചുകൊണ്ടിരുന്നോട്ടോ എന്നും. അത് കേട്ടതും താര കരയുക. എന്തിനാ ആൻറ്റി വിഷമിക്കുന്നേ? ആൻറ്റിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ആൻറ്റിയുടെ മോളാണെന്നുള്ളൊരു സിമ്പതി അല്ലാതെ എനിക്ക് ഇവളോട് ഭയങ്കര ദേഷ്യമാണ്. അത് വേറൊന്നും കൊണ്ടൊന്നുമല്ല. ആൻറ്റി ഇവൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആൻറ്റിയുടെ കരണത്ത് ഇവൾ അടിച്ചിട്ടുണ്ട്, ആൻറ്റി ഇവള് തള്ളി വിട്ടിട്ടുണ്ട്. സ്വന്തം അമ്മയാണെന്ന് അറിയാതെയാണ് അതൊക്കെ ചെയ്യുന്നതെങ്കിലും എന്നെങ്കിലും അവൾ ആൻറ്റിയുടെ മോളാണെന്ന് അവൾ അറിഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആൻറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവൾ പിന്നെ ജീവനോടെ ഇരിക്കുമോ? ആൻറ്റിയെ അമ്മയായിട്ട് പോലും ഇവൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ആൻറ്റിയെ അവളിങ്ങനെയൊക്കെ ദ്രോഹിക്കുന്നത്. പക്ഷെ ആൻറ്റിക്ക് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അത് ഇവൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇവളുടെ കൂടെയുള്ളൊരമ്മ, അവരെ വിഷം. ആ വിഷം മുഴുവനും ഇവളുടെ മനസ്സിൽ കുത്തി നിറച്ചുകൊണ്ടാണ് ഇവളും വിഷമായത്. ഇനി എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ അവളെ തിരുത്താനൊന്നും പറ്റില്ലല്ലോ ആൻറ്റി. അതുകൊണ്ട് സ്നേഹിക്കുക, നേരം വെളുക്കോളം സ്നേഹിക്കുക. വെളുത്ത് കഴിയുമ്പോൾ നമുക്കിവിടുന്ന് പോകാം കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പോകാൻ പറയാം. അപ്പോൾ താര സരയുൻ്റെ അടുത്ത് നിന്നിരുന്നു. എന്നിട്ട് സരയുനെ കുറച്ച് നേരം നോക്കി. അതിനുശേഷം സരയുൻ്റെ തലയിലൊന്ന് തലോടി. എന്നിട്ട് സരയുൻ്റെ അടുത്ത് കിടന്നു. കുറേ നേരം സരയുൻ്റെ വയറ്റത്ത് കയ്യും വെച്ച് ആ കുഞ്ഞിനെ ഒന്ന് തലോടി. അങ്ങനെ കുറേ നേരം സരയുനെ തന്നെ നോക്കി കിടക്കുക. ഈ സമയം ആ കാഴ്ച കണ്ട് കല്യാണിയുടെ കണ്ണ് നിറയുവാണ്. ഇതേ സമയം പാവ താരയുടെ കാര്യം അല്ലേ ചന്ദ്രേട്ട? അതെ, എന്ത് ചെയ്യാനാ? കഷ്ടമാണ് അവളുടെ കാര്യം. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു രാക്ഷസി മകളായിട്ട് ജനിച്ചു. അവളെ കൊല്ലാൻ വേണ്ടി ജനിച്ച മകള്. ഇനിയിപ്പോൾ അത്രേ പറയാൻ പറ്റൂ. താര ഇങ്ങനൊരു അബദ്ധത്തിൽ ചെന്ന് ചാടുമ്പോഴും അവൾ കരുതിയിരുന്നില്ലായിരിക്കും അവളുടെ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ മകള് അവളെ തന്നെ കരണത്തടിക്കുമെന്ന്. ഈശ്വര, എന്തൊരു കഷ്ടമാണ്. പെറ്റമ്മയെ മകള് കരണത്തടിക്കുന്നത് ഒരമ്മമാർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതിവിടെ സരയുനെ പോലെ ഒരുത്തി താരയെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. ആ വിഷമമൊന്നും അവൾക്ക് കാണാൻ പറ്റില്ലല്ലോ. അവളുടെ അമ്മ ഇപ്പോൾ ശാരി എന്ന് പറയുന്ന രാക്ഷസിയും രാഹുൽ എന്ന് പറയുന്ന രാക്ഷസനുമാണ്. ആ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് മകളുടെ മനസ്സിലും വിഷങ്ങൾ കുത്തി നിറക്കുമ്പോൾ ഒരു പാവപ്പെട്ട അമ്മയെ എന്തുമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് അവൾ തിരിച്ചറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കല്യാണി അങ്ങോട്ട് വരിക. എന്തായി മോളെ, എന്തായി കാര്യങ്ങളൊക്കെ? താര സരയുനെ കണ്ടോ? അത് പിന്നെ പറയണോ അച്ഛാ? അതൊക്കെ കണ്ടു. എന്നിട്ട് എന്തായി? താര സ്നേഹത്തോടെയാണോ? അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അച്ഛൻ നേരിട്ട് കാണുന്നതാ. വന്നേ, അച്ഛനും അമ്മയും വന്നേ, നല്ലൊരു സന്തോഷകരമായ കാഴ്ച കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ മുകളിലേക്ക് പോവുകയാണ്. കല്യാണിയും ഉണ്ടോപ്പം. അങ്ങനെ മുകളിൽ പോയി കതക് തുറന്നതും താര സരയുൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുന്നതുണ്ട്. ഒരുപാട് സന്തോഷത്തോടെ രൂപയുടെയും CS-ൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. നിറകണ്ണുകളോടുകൂടെ അവർ കുറേ നേരം അത് നോക്കി നിന്നു. അതിനുശേഷം താഴേക്ക് പോയി. എന്നിട്ട് പാവമല്ലേ താര, ആ കുഞ്ഞിന് അവൾക്കും ഇന്നാണ് നല്ലൊരു സ്നേഹം കിട്ടുന്ന ദിവസം. ഇത്രയും നാളും കൊടുത്തതെല്ലാം, അവളുടെ അമ്മ കൊടുത്ത സ്നേഹമെല്ലാം വെറും കപടമായിരുന്നു.
ഇതാണ് ആത്മാർത്ഥമായ സ്നേഹം. ഇത്രയും നാളും അവളുടെ മനസ്സിൽ അടക്കിപ്പിടിച്ച സ്നേഹമെല്ലാം എല്ലാം കൂടെ ഒരുമിച്ച് അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും കൊടുക്കട്ടെ. അതിനു വേണ്ടി നമ്മളൊരു ദിവസം ഒരുക്കിയത് അവൾക്ക് വേണ്ടിയെന്ന്. ഈ ഒരു ദിവസം ഇങ്ങനെ തന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ 3 പേരും താഴേക്ക് പോവുകയാണ്. അങ്ങനെ സരയുവിനെ കെട്ടിപ്പിടിച്ചും താലോലിച്ചും തടവിയും പുതപ്പിച്ച് കിടത്തിയും കണ്ണെഴുതിയും പൊട്ടുതൊട്ടുമൊക്കെ താര ആ ഒരു രാത്രി മുഴുവനും ആസ്വദിക്കുക. തൻ്റെ മകളെ കയ്യിൽ കിട്ടിയ സന്തോഷം താരയ്ക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ആ സന്തോഷം മുഴുവനും അവിടെ സരയുവിൻ്റെ മുഖത്തും കണ്ണിലും നെറ്റിയിലും ഒക്കെ കാണിച്ചു വയ്ക്കുകയാണ് കേട്ടോ, പൊട്ടൊക്കെ തൊട്ട്. ഈ സമയം പിന്നീട് നേരം പരപരാ വെളുത്തു. നേരം വെളുത്തതും സരയു കാലത്ത് തന്നെ എഴുന്നേറ്റു. ഇന്നലെ കിടന്ന് ഉറങ്ങിയതേ അറിഞ്ഞില്ല. എന്തൊരു ഉറക്കമാണ് ഞാൻ ഉറങ്ങിക്കൂട്ടിയത്. സാരമില്ല എന്നും പറഞ്ഞ് സരയു അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ കണ്ണാടി പോയി നോക്കുക. ഇതെന്താ എൻ്റെ നെറ്റിയിൽ പൊട്ടും കണ്ണിലും കൺമഷിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഈ ആൻറ്റിയുടെ ഒരു കാര്യം. അപ്പോഴേക്കും രൂപ വരികയാണ്. ആൻറ്റി, ഞാൻ ഇന്നലെ ഉറങ്ങിയതേ അറിഞ്ഞില്ല. അല്ല, ഞാൻ കിടന്ന് ഉറങ്ങിയപ്പോഴേക്കും ആൻറ്റി എന്നെ പഴയ സരയുമായിട്ടാണ് കണ്ടതല്ലേ? ഞാൻ കൊച്ചുകുട്ടിയെന്ന് തോന്നിയോ? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൻറ്റി എനിക്ക് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് തന്നിട്ടുണ്ടല്ലോ. അത് കേട്ടതും അതെ, ഞാനേ മോളെ എൻ്റെ പഴയ സരയു മോളായിട്ട് കണ്ട് ഇതൊക്കെ ചെയ്തു തന്നതാ. പണ്ട് ഞാനായിരുന്നല്ലോ മോക്കെല്ലാം ചെയ്തു തന്നോണ്ടിരുന്നേ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചിരുന്നപ്പോൾ മോളെ ഒന്ന് ഒരുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ആൻറ്റി ഒരുക്കിയത്. സന്തോഷമായി ആൻറ്റി, എനിക്ക് സന്തോഷമായി. ആൻറ്റിയെ ഇതുപോലെ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല. ആൻറ്റി ചന്ദ്രസേനനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കരുതി ആൻറ്റിക്ക് ഞങ്ങളോടുള്ള സ്നേഹമൊക്കെ പോകുമെന്ന്. പിന്നെ അച്ഛൻ്റെ വായിൽ നിന്ന് തന്നെ അതൊരു നാടകമാണെന്ന് കേട്ടപ്പോഴാണ് എല്ലാം മനസ്സിലായത്. എന്തായാലും സമാധാനമായി. അത് കേട്ടതും മോളെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. എന്തു പറ്റി ആൻറ്റി? അതെ, ഒരാൾ ഉമ്മറത്ത് വന്നിരിപ്പുണ്ട്. ആരാ ആൻറ്റി? ആരാ വന്നത്? വേറെ ആരുമല്ല, ആ ചന്ദ്രസേനനാ. ആ ദുഷ്ടകാലമാടൻ എന്തിനാ വന്നേ? അവൻ വന്നത് രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ കയറിയതാന്നാ പറഞ്ഞത്. ഇനി ഇവിടെ ഉണ്ടാവുമെന്ന്. മനുഷ്യനൊന്നും സമാധാനത്തോടെ ആൻറ്റിയുടെ അടുത്ത് ഇരിക്കാനും സമ്മതിക്കൂല. ഇന്നത്തെ ദിവസം ആൻറ്റിയോടൊപ്പം ചെലവഴിക്കണമെന്ന് കരുതിയതാ. അപ്പോഴേക്കും അയാളെത്തി. അയാളെ കൊല്ലാൻ ഇതാണ് ആൻറ്റി പറ്റിയ അവസരം. അങ്ങനെ പെട്ടെന്ന് കൊല്ലാൻ പറ്റില്ല മോളെ. കാരണം അയാളുടെ ചുറ്റുമുള്ള അയാളുടെ മക്കൾ അയാളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സമയത്ത് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മേലെയായിരിക്കും സംശയം. അതുകൊണ്ട് നമ്മളത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ രൂപ പറയുക. എന്നാലും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. സമാധാനത്തോടെ ഒന്നും ഇരിക്കാനും പറ്റില്ല. ആൻറ്റി അയാളെ ശരിക്കും സ്നേഹിക്കുകയാണെന്ന് കരുതിയ അയാളിങ്ങനെ വെറുതെ വലിഞ്ഞു കയറി വരുന്നേ. ഒരിക്കലും ഇങ്ങനെ ഒരു സ്നേഹം അയാൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ആൻറ്റി. എന്തുമാത്രം ആൻറ്റിയെ ചതിച്ചതാ. പിന്നെ മോളെ ആ താര എന്ന് പറയുന്നവൾ കാണാൻ വരാറുണ്ടോ? അവളുടെ കാര്യം എന്നോട് മിണ്ടിപ്പോരുത്. എവിടെയെങ്കിലും വെച്ച് അവളെ ഞാൻ കാണട്ടെ. അവളുടെ കരണം ഞാൻ അടിച്ചു പൊളിക്കും, ഇല്ലെങ്കിൽ ഞാൻ അവളെ കൊല്ലും എന്നും സരയു. അതെന്തിനാ മോളെ അങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എനിക്കാണെങ്കിൽ ദേഷ്യം കയറിയിട്ട് വയ്യ. ഏത് നേരവും എന്നെ കണ്ട അവളുടെ മകളാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് ഓടി വന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ ആൻറ്റി? എനിക്കത് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവരെൻ്റെ മുൻപിൽ കണ്ട കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. ആ ചന്ദ്രസേനനോട് പോയി ആൻറ്റി ചോദിക്ക് അവളുടെ കുഞ്ഞെവിടെയെന്ന്. ചിലപ്പോൾ അയാളെടുത്ത് മാറ്റി കാണും. ആൻറ്റിയെ ചതിച്ചിട്ട് അവൾക്കൊരു കുഞ്ഞിനെയും കൊടുത്ത് അവളെയും ചതിച്ചവനല്ലേ അയാളെ കൊല്ലുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കൊല്ലേണ്ടത് എൻ്റെ ചന്ദ്രേട്ടനെ അല്ലടി, നിൻ്റെ അച്ഛനായ ആ രാക്ഷസനെയാണ്, എൻ്റെ ആങ്ങളെന്ന് പറയുന്ന ആ രാക്ഷസനെ എന്നും രൂപ മനസ്സിലാലോചിക്കുക. അല്ല ആൻറ്റി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ, ഞാൻ ആ ചന്ദ്രസേനനെ എങ്ങനെ കൊല്ലാമെന്ന് ആലോചിക്കുമായിരുന്നു. പിന്നെ എന്തായാലും ഇപ്പം അത് നടക്കില്ല. കിരണും കല്യാണിയും സോണിയും ആൽബിയും ഒക്കെ അയാൾക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ട് നമുക്ക് അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് അയാളെ കൊല്ലുന്നോ അത്രയും നല്ലതാൻറ്റി. അത് ശരിയാ. ഇനി മോൾ എന്നാ വരുന്നേ? അതെ, അയാളില്ലാത്ത സമയം നോക്കി, ആരുമില്ലാത്ത സമയം നോക്കി ആൻറ്റി മനുവേട്ടനെ വിളിച്ചാൽ മതി. ഞാൻ ഇങ്ങ് പോരാം. ശരി മോളെ, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. എന്നാ വാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവർ താഴേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പോൾ CS ആരാ ഇത്? ബേഗാസുരൻ്റെ മോളോ? ഇത് എപ്പോൾ എത്തി? അത് പിന്നെ ചന്ദ്രേട്ട, മോൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. മോൾക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറി. അങ്ങനെ മാറി വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ദേഷ്യം മാറി സ്നേഹം നടിക്കുന്നവരെ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ചിലപ്പോൾ കൊല്ലാനും മടിക്കില്ല. അത് കേട്ടതും അങ്ങനെയൊന്നും പറയണ്ട, എൻ്റെ ആൻറ്റിയെ ഞാൻ ഉപദ്രവിക്കുകയൊന്നുമില്ല എന്നും സരയു. അതൊക്കെ നീയൊക്കെ പറയുന്നതല്ലേ. നിൻ്റെ ഒന്നും മനസ്സിലിരിപ്പ് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഞങ്ങളത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ പിന്നെ വെറുതെ വിടുവോ? നീയും നിൻ്റെ ഭർത്താവും നിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പിന്നെ അനുഭവിക്കേണ്ടി വരും. അല്ല, താരയെന്ന് പറയുന്ന ആ സ്ത്രീ നിന്നെ കാണാൻ വരാറുണ്ടോ? അല്ല,
ആ എന്തായാലും നിൻ്റെ അച്ഛൻ അവളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്ക്. എൻ്റെ അച്ഛൻ അത്രക്കാരനൊന്നും അല്ല. എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളായിട്ട് എൻ്റെ അച്ഛൻ്റെ തലയിൽ അത് കെട്ടിവെക്കുകയും വേണ്ട. അയ്യോ, നിൻ്റെ അച്ഛൻ്റെ തലയിൽ അത് കെട്ടിവെക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ ഞാൻ നിൻ്റെ അച്ഛൻ്റെ തലയിൽ എല്ലാം കെട്ടിവെക്കുകയായിരുന്നെങ്കിൽ എന്നെ ഇയാൾ സ്നേഹിക്കുമായിരുന്നോ? എന്നെ ഈ രൂപ അടുത്ത് നിർത്തുമായിരുന്നോ? ഇങ്ങോട്ട് കയറ്റുമായിരുന്നോ? അത് കേട്ടതും സരയു, ഇതെല്ലാം എൻ്റെ ആൻറ്റിയുടെ നാടകമാണോ? എൻ്റെ ആൻറ്റി തന്നെ കൊല്ലും, അപ്പം തനിക്ക് മനസ്സിലാവും എന്നും മനസ്സിലിങ്ങനെ ആലോചിക്കുക. ഈ സമയം നീ എന്താടി ആലോചിക്കുന്നേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിൻ്റെ അച്ഛനുണ്ടല്ലോ ആ രാഹുൽ, അവനോട് പോയി പറഞ്ഞേരെ സമാധാനത്തോടെ ഉറങ്ങാൻ ഇനി അവന് പറ്റില്ല എന്ന്. അവൻ്റെ ജീവിതത്തിൽ ഇനി പല കാര്യങ്ങളും നടക്കുമെന്ന്. എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇനി ഒന്ന് മാത്രമേ നടക്കൂ. നിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് ഈ കുടുംബം ഭരിച്ചതല്ലേ നീയൊക്കെ ഒരുപാട്. അതുകൊണ്ട് നീയൊക്കെ ഇവിടെ വരുമ്പോൾ നിന്നെയൊക്കെ ഞാനും ഭരിക്കൂടി എന്നും പറഞ്ഞുകൊണ്ട് ഇത്. അപ്പോൾ രൂപ, എന്തിനാ ചന്ദ്രേട്ടാ വെറുതെ മോളെ കുറ്റപ്പെടുത്തുന്നേ? മോളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, മോളോട് ദേഷ്യപ്പെടണ്ട. ഞാൻ വിളിച്ചിട്ടാ മോള് വന്നത്. അത് കേട്ടതും വേണ്ട രൂപേ, അങ്ങനെയുള്ള സ്നേഹബന്ധമൊന്നും വേണ്ട. ഇവളൊക്കെ വിഷവിത്തുകൾ. രാഹുൽ എന്ന് പറയുന്നവൻ്റെയും ശാരി എന്ന് പറയുന്നവളുടെയും മകളാ ഇവളുടെ മനസ്സ് നിറയെ വിഷം കുത്തി നിറച്ചിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ നമ്മളൊക്കെ ഇവളോട് സ്നേഹം കാണിച്ചാലുണ്ടല്ലോ, അതൊക്കെ വെറും അഭിനയമായി മാറും. അതുകൊണ്ട് വേണ്ട, ഇവളോട് സ്നേഹം കാണിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുക. മോളെ നീ പോയിക്കോ, മോളെ ആൻറ്റി വിളിക്കുമ്പോൾ വന്നാൽ മതി. ശരി ആൻറ്റി എന്നും പറഞ്ഞ് സരയു അങ്ങ് പോവുക. സരയു പോയി കഴിയുന്നു. ചന്ദ്രേട്ടാ, ഞാൻ ചന്ദ്രേട്ടനെ സ്നേഹിക്കുന്നത് നാടകമാണെന്നും പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് നടക്കും അവൾ. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാനാ? പിന്നെ ചന്ദ്രേട്ടാ, ആ താര പോയപ്പോൾ അവൾക്ക് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടാണ് പോയത്. രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾ എന്നെയാണ് സംശയിച്ചത്. ഞാനാണ് അതൊക്കെ ചെയ്തു കൊടുത്തതെന്ന്. ഞാൻ അതേന്നും പറഞ്ഞു. എന്തായാലും ഞാനിവിടെ ഉള്ളതുകൊണ്ട് താരയുടെ മേലെ സംശയമൊന്നും അവൾക്ക് തോന്നിയിട്ടില്ല എന്നൊക്കെ പറയണം. അതെന്തായാലും നന്നായി. പാവം താര ഒരു ദിവസമെങ്കിൽ ഒരു രാത്രി സ്വന്തം മകളെ ഒന്ന് താലോലിക്കാൻ അവൾക്കൊരു അവസരം കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലാണ്. കല്യാണിയും സോണിയും തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇനി നമുക്ക് പോകാം സോണി, പോകാം കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ആ പുതുമുഖം കാറിൽ വന്നിറങ്ങുകയാണ്. അതെ, കാറിൽ വന്നിറങ്ങിയിട്ട് നല്ല സ്ലോ മോഷനിൽ നടന്നു വരിക. അപ്പോൾ കല്യാണി സോണിയും ഒന്നും അറിയാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ വരുവാണ് കേട്ടോ. ഈ സമയം അവർ വന്ന് കല്യാണിയുടെ മേത്തേക്കൊന്ന് തട്ടിയതും കല്യാണിയുടെ കയ്യിലിരുന്ന പൂവും പാത്രവും തെറിച്ചു പോയി. അയ്യോ, അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന പൂവൊക്കെ പോയല്ലോ എന്നും ആ പുതുമുഖം പറയുക. അത് കേട്ടതും സാരമില്ല, ദേവിക്ക് അർപ്പിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന കുഴപ്പമില്ല എന്നും കല്യാണി പറഞ്ഞിട്ട് പിറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ പുതുമുഖവും പൂക്കളൊക്കെ പിറക്കി കൊടുക്കുകയാണ്. എന്നാലും ഞാൻ കാരണം തട്ടിപ്പോയല്ലോ, സോറി കേട്ടോ. സാരമില്ല എന്ന് പറഞ്ഞില്ലേ, ഇത് ദൈവത്തിന് അർപ്പിക്കാനുള്ളതല്ലല്ലോ, അർപ്പിച്ചു കഴിഞ്ഞ് തിരിച്ച് ബാക്കി കൊണ്ടുവന്നല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ തൊഴുത് കഴിഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് സോണിയും കല്യാണിയും ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുക. ഇത് കേട്ടതും ആ പുതുമുഖം കല്യാണിയെ നോക്കിയൊന്ന് ചിരിക്കുകയാണ്, ഒപ്പം സോണിയയും. എന്നിട്ട് അവരറിയാതെ അവരെ കുറേ നേരം നോക്കി നിന്നു. അതിനുശേഷം പൂക്കളൊക്കെ പിറക്കി കൊടുത്തു. ഞാൻ തട്ടിയിട്ടതിന് വീണ്ടും സോറി. സാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി സോണി അങ്ങ് പോയി. അവർ പോയി കഴിഞ്ഞതും ആ പുതുമുഖം ദേവിക്ക് മുൻപിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക. ദേവി, ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു, ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് നടത്തിയെടുക്കാനുണ്ട് എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കഥയിലെ 2 കഥാപാത്രങ്ങളെ ഞാൻ കണ്ടു, കല്യാണിയും സോണിയും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഈ നിമിഷമാണിത്. ആ നിമിഷത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കല്യാണിയെയും സോണിയെയും അടുത്ത് കണ്ടപ്പോൾ എന്നും പറഞ്ഞ് അവരുടെ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാലണ്ണനെയാണ്. ബാലണ്ണൻ മെക്കാനിക്കൽ പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും അവർ വർക്ക്ഷോപ്പിലെത്തിയതും സ്ലോ മോഷനിൽ അവർ നടന്നു ചെല്ലുക. ഞാൻ മാഡത്തിനെ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. ആണോ, എന്തായി കാര്യങ്ങളൊക്കെ? അത് പിന്നെ മാഡം, നല്ലൊരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഡ്രൈവറെ കിട്ടിയോ? കിട്ടി. പിന്നെ അവൻ ഡ്രൈവർ മാത്രമല്ല, മെക്കാനിക്കലുമാണ്. കുറച്ച് നാൾ എൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവനൊരു അറ്റാക്ക് വന്നേ, അതിനുശേഷം വർക്കിനൊന്നും പോയിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല. അറ്റാക്ക് വരുന്നതൊന്നും വലിയ വിഷയമൊന്നുമല്ല. അറ്റാക്ക് വരുന്നത് ആ സമയത്ത് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഡ്രൈവറായിട്ട് എനിക്ക് നല്ലൊരു വിശ്വസിക്കാൻ പറ്റാവുന്ന ആളെയാണ് വേണ്ടത്. ഏത് പാതിരാത്രിയും കൂടെ കൂട്ടാൻ പറ്റണം. അങ്ങനെയുള്ള ഒരാളെ എനിക്ക് കിട്ടിയാൽ ഉറപ്പായിട്ടും അയാൾക്കുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും, പൊന്നുപോലെ നോക്കും.
അയാൾക്ക് എന്ത് സംഭവിച്ചാലും ഞാനുണ്ടാവും അയാളെ നോക്കാൻ എന്നൊക്കെ അവർ പറയണം. അത് കേട്ടതും ബാലണ്ണന് സന്തോഷമായി. കുഴപ്പക്കാരനും എന്നതാണോ? ഏയ് കുഴപ്പക്കാരനൊന്നുമല്ല മാഡം. എന്നാൽ പിന്നെ എൻ്റെ ഈ കാർഡ് കൊടുത്തിട്ട് അയാളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ. അത് പിന്നെ മാഡം ശമ്പളം എത്ര കൊടുക്കുമെന്ന് ചോദിച്ചു. അയാൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുകളിൽ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞേരെ. ഓ എന്നാൽ പിന്നെ ഉറപ്പായിട്ട് ഞാൻ പറയാം മാഡം. എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും പോയി കാറിൽ കയറുകയാണ്. അതിനുശേഷം കണ്ണിലിരുന്ന കൂളിംഗ് ഗ്ലാസ് മാറ്റി ബാലണ്ണനെ ഒന്ന് നോക്കുവാണ്. എന്നിട്ട് ആ കൂളിംഗ് ഗ്ലാസ് വീണ്ടും കണ്ണിലേക്ക് വെച്ചു. അതേ പ്രേക്ഷകരെ, ഇത് പ്രകാശൻ്റെ ശത്രുവോ അതോ മിത്രമോ എന്നറിയാൻ തീർച്ചയായിട്ടും കാത്തിരിക്കുക. പ്രകാശൻ്റെ നാശം തുടങ്ങിയോ ഇല്ലെങ്കിൽ ഇനി അവസാനിക്കുകയാണോ എന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.